അയ്യോ, കുറച്ചു ദിവസം മുമ്പ് ഞാൻ പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിൽ ഒരു വർക്കിന് വേണ്ടി ഞാൻ പോയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോ ഒരു റീല് ഞാൻ കണ്ടു. അമ്മയ്ക്കൊരു കുഞ്ഞു കല്ലുകമ്മൽ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഞങ്ങള് പത്തനംതിട്ട അറേബ്യൻ ഗോൾഡിലോട്ട് പോയത്. കൂടാതെ അന്ന് അക്ഷയ തൃതീയ പ്രമാണിച്ച് പേളിമണിയും വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ചാച്ചൻ പോയതിനു ശേഷം മാനസികമായി തകർന്നിരുന്ന അമ്മ ഇന്നാണ് കുറച്ചെങ്കിലും ഒരു ചിരിയോടെ ഞാൻ കാണുന്നത്. ഇത്രയും നാൾ കാർമേഘം മൂടിയ മനസ്സായിരുന്നു അതിൻ്റെത്. ഇപ്പോഴാ ഒന്ന് തെളിഞ്ഞു കണ്ടത്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആ കമ്മല് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? വാരിക്കുന്നം കൊണ്ടാ തലവര, അനുഭവിച്ചല്ലേ പറ്റൂ. കുറെ നാളുകൾക്ക് ശേഷമാണ് അമ്മയുടെ മുഖത്തൊരു ചിരി കണ്ടത് എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് ഭയങ്കര ഇമോഷണലായി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണുടച്ചിരിക്കാൻ എനിക്ക് പറ്റിയല്ല. അപ്പൊ തന്നെ തീരുമാനിച്ചു ഈ അമ്മേനെ എനിക്ക് ഒന്നും കൂടി കാണണം. മാത്രമല്ല അമ്മ ആഗ്രഹിച്ച ആ കമ്മല് അത് നമുക്ക് കൊടുക്കണ്ടേ. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, ഈ കാര്യത്തിൽ ഇതാണ് എന്റെ പോളിസി. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. അതെ, ഇതൊക്കെ ഒരു വരം പോലെ കിട്ടുന്നതാ. ഇന്ന് നമ്മൾ 2 പേരെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ശരിക്കും അമ്മയ്ക്ക് ഈ മാല നന്നായിട്ട് ചേരും തോന്നായിട്ട്. കണ്ടു പഠിക്കടാ. ഇതൊക്കെ ഓരോരോ സൂത്രപ്പണിയല്ലേ. എന്നാലും ഒറ്റാട്ടിലുകാർ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയും. ഒരു ഹഗ് തരൂ. അമ്മയുടെ റീല് കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും നല്ലൊരു ഹൃദയമുണ്ട്. അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. അമ്മ അന്ന് നോക്കി വെച്ചിരുന്ന കമ്മൽ ഇതായിരുന്നു. അതേ കമ്മല് അന്ന് എടുക്കാണ്ട് പോയി. ഇന്ന് നമ്മളത് അമ്മയ്ക്ക് കൊടുക്കാട്ടെ. ഇന്നത്തെ കാലത്ത് വേറെ എത്ര മക്കള് ചെയ്യൂടാ ഇതൊക്കെ. അയ്യോ, കണ്ടില്ലേ നിഷ്കളങ്കത്വം? ഒരു ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷം അവൾക്ക്. വേദന എടുക്കണമെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അതിന് അയാൾ എന്നോട് എന്തെങ്കിലും പറയണ്ടേ? നമുക്ക് ചുമ്മാ കാര്യം ഇടപെടാൻ പറ്റൂ? നിന്നോടും കൂടി തന്നെയാ പറഞ്ഞത്. ഇതാരാ തന്നത്? അച്ഛൻ അവിടെ നിന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പാഠമാണിത്, ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം.